പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഖാവ് ജി സുധാകരൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി 2026 ഏപ്രിലിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയാണ്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഈ സുധാകരനുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംസാരങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് സുധാകരൻ പാർലമെൻ്ററി വ്യാമോഹിയാണ്, വർഗവഞ്ചകനാണ് എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നു. മരിക്കുന്നത് വരെ അധികാരത്തിൽ തുടരണം എന്ന ആഗ്രഹമുള്ള ആളാണ് ജി സുധാകരൻ എന്നുള്ള നിലയിൽ വർത്തമാനം നടക്കുന്നുണ്ട്. പാർട്ടി ഭരണഘടന തലതിരിച്ച് വായിച്ച ആളാണ് ജി സുധാകരൻ എന്നുള്ള വിമർശനമുണ്ട്. സുധാകരൻ ഒരു ചെറ്റയാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രചരണങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സുധാകരൻ്റെ മറുപടിയും നമ്മൾ കാണുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നുമല്ല ഇത്തവണ പോകാൻ പോകും. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ആരാണ് ജി സുധാകരൻ എന്നുള്ളതാണ്. ജി സുധാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയക്കാരൻ, ജി സുധാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ, അയാളൊരു വർഗവഞ്ചകനാണോ? അയാളൊരു അധികാരമോഹിയാണോ? യഥാർത്ഥത്തിൽ ആരാണ് ജി സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് എൻ്റെ പ്രേക്ഷകരുമായി ആ വിഷയം ഒന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. 75 വയസ്സ് കഴിഞ്ഞു ജി സുധാകരന് എന്നുള്ള ഉറപ്പാണല്ലോ. കാരണം 75 വയസ്സ് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണല്ലോ അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. അദ്ദേഹം 3-4 തവണ MLA ആയിട്ടുണ്ട്. അദ്ദേഹം 2 തവണ മന്ത്രിയായിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കഥകളാണ്. പക്ഷേ സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് ആരായിരുന്നു ജി സുധാകരൻ എന്നുള്ളത് നമ്മൾ ഒരല്പം കൂടി ആഴത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പാർട്ടി അണികൾ, ഞാൻ പറഞ്ഞത് അമ്പലപ്പുഴയിലെ ആലപ്പുഴ ജില്ലയിലെ മാത്രം പാർട്ടി അണികളല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടി അണികളും പാർട്ടി അംഗങ്ങളുമൊക്കെ ആരാണ് ജി സുധാകരൻ എന്നും എന്തുകൊണ്ടാണ് അദ്ദേഹം മത്സരരംഗത്തേക്ക് വന്നതെന്നും ഒന്ന് നിഷ്പക്ഷമായി മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. കാരണം അദ്ദേഹം വർഗവഞ്ചകനാണെന്നും അദ്ദേഹം അധികാരമോഹിയാണെന്നും ഒക്കെയാണല്ലോ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ജി സുധാകരൻ എന്ന് പറഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ചിട്ട് ഞാൻ കേട്ടിരുന്നു. പക്ഷെ ആഴത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ജി സുധാകരനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കാണുകയും ഏതാനും മണിക്കൂർ സംസാരിക്കുകയും ചെയ്തു. ആ സംസാരിച്ച സമയത്താണ് എനിക്ക് ജി സുധാകരൻ ആരായിരുന്നുവെന്നും ജി സുധാകരൻ എന്തായിരുന്നുവെന്നും ജി സുധാകരൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി വഹിച്ചിട്ടുള്ള പങ്ക് എന്താണ് എന്നും എനിക്ക് ബോധ്യമായത്. ആ ബോധ്യത്തിൽ നിന്ന് ഞാൻ പറയുന്നു, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ജീവിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് CPM ജീവിച്ചിരിക്കുന്ന ലെജൻഡറി ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് നമുക്ക് പറയാമെങ്കിൽ അതിന് ഒരു സംശയം വേണ്ട, അത് ഡിസർവ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് സുധാകരൻ എന്നത്. എനിക്ക് അവിടെ ചെന്നിരുന്ന് സംസാരിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു വ്യാപ്തി, ഒരു വലിപ്പം എനിക്ക് മനസ്സിലായത്. ഒരു 1-2 മണിക്കൂർ ഞങ്ങൾ സംസാരിച്ചു. 1976 അടിയന്തരാവസ്ഥ കാലത്തെ സമയം മൂലമാണ് അദ്ദേഹം എന്നോട് ആ കാര്യം സംസാരിക്കുന്നത്. SFIയുടെ എന്തോ സംസ്ഥാന ഭാരവാഹിയോ മറ്റോ ആണ്. പരീക്ഷ എഴുതാൻ വേണ്ടി ഹോൾ ടിക്കറ്റും മടക്കി പോക്കറ്റിട്ട് ചെല്ലുമ്പോഴാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അറിയുന്നത്. അങ്ങനെ ആ ഹോൾ ടിക്കറ്റൊക്കെ മടക്കി അവിടെ മാറ്റി AK സെൻറ്ററിൽ കൊടുത്തിട്ട് അവർ 10-23 പേര് അടിയന്തരാവസ്ഥയ്ക്കെതിരെ സമരം രംഗത്തേക്ക് ഇറങ്ങി. സെക്രട്ടറിയുടെ മുമ്പിലേക്ക് ജാഥയായി പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഏതോ ഒരു പോലീസുകാരൻ എന്തോ പേര് പറഞ്ഞു, ഗോപിനാഥൻ നായരെന്ന് മറ്റാണെന്ന് തോന്നുന്നു പേര്, ഇതി അമീൻ എന്നാണ് അയാൾ വിളിക്കുന്നത്. അവർ വന്നു. പിന്നെ അതിനുശേഷം നടന്ന ക്രൂരമായ മർദ്ദനങ്ങളുടെയൊക്കെ കഥ ജി സുധാകരൻ എന്നോട് സൂചിപ്പിച്ചു. അതിനുശേഷം 1971 മറ്റോ അദ്ദേഹം കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ അംഗമായി. ഇപ്പോഴത്തെ ഈ പുത്തൻകൂറ്റ നേതാക്കന്മാർ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ അംഗമായി. പിന്നീട് അദ്ദേഹം ആലപ്പുഴയിലേക്ക് വന്നു. ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത് ആലപ്പുഴ ജില്ലയിൽ വലിയ കൊലപാതക രാഷ്ട്രീയം അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടനാടുമായി ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിൽ, കാവാലം പോലുള്ള പ്രദേശങ്ങളിൽ ഒരു വശത്ത് RSSകാർ CPMകാരെ കൊല്ലാനിറങ്ങുന്നു, മറുവശത്ത് CPIക്കാർ കൊലക്കത്തിയുമായി ഇറങ്ങും. അങ്ങനെ ഒരു വശത്ത് RSSകാരും ഒരു വശത്ത് CPIക്കാരും കൊലക്കത്തിയുമായി CPMനെ തീർക്കാൻ ഇറങ്ങുന്ന സമയത്താണ് അന്ന് ആലപ്പുഴ ജില്ലയിലെ അനിഷേധ്യ നേതാവായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ ജി സുധാകരനെ കുട്ടനാട്ടിലേക്ക് പറഞ്ഞു വിടുന്നത്. അവിടുത്തെ എന്തോ മണ്ഡല സെക്രട്ടറി എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. അവിടെ ചെന്ന് അവിടെ തനിക്കുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ
ഞാൻ ഭയങ്കര പിന്നെ ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്നു. അവിടുത്തെ RSSകാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. അതിനിടയിലാണ് തങ്കപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു ആ തലവെട്ടി കൊണ്ടുവന്ന് പിന്നെ പാലത്തിൽ വെച്ചത്. അപ്പം എന്നോട് പറയായിരുന്നു തങ്കപ്പൻ എന്ന് പറയുന്നത് ഒരു പിന്നോക്കക്കാരൻ അജാരു ബാഹുവായിരുന്നു. RSSകാരുമായിട്ട് തർക്കം നടന്നു. അങ്ങനെ അവർ എന്തോ വെട്ടാനിട്ട് ഓടിച്ച് കുറേ ചെന്നപ്പോഴത്തേക്കും ഈ കുട്ടനാട്ടിൽ ഇങ്ങനെ തെങ്ങൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന തെങ്ങെ തട്ടി തങ്കപ്പൻ വീണു. അവിടെ വെച്ച് അവർ തങ്കപ്പൻ്റെ തലയെടുത്തിട്ട് ആ തല കൊണ്ടുവന്നിട്ട് അവിടുത്തെ ഒരു പാലത്തെ വെക്കുന്നത്. ആ സംഭവങ്ങളൊക്കെ G. സുധാകരൻ അവിടെ പിന്നെ ഈ കുട്ടനാട്ടിൽ പിന്നെ മണ്ഡല സെക്രട്ടറി ആയി പോയ സമയത്ത് നടന്ന സംഭവ വികാസങ്ങൾ. എന്തായാലും 6 മാസത്തിനുള്ളിൽ G. സുധാകരൻ അവിടുത്തെ ഈ കൊലപാതക രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് CPM-ന് വേണ്ടി വെല്ലിക്കൊടി പാടിച്ചുകൊണ്ടാണ് ആലപ്പുഴയിലേക്ക് തിരിച്ചു ചെല്ലുന്നത്. VS അച്യുതാനന്ദൻ തന്നെ എല്ലാ കാലത്തും ഒരു ഫൈറ്റർ ആയിട്ട് കണക്കാക്കുകയാണ് ചെയ്തത് എന്നാണ് G. സുധാകരൻ. G. സുധാകരൻ VS-നെതിരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനകത്തൊക്കെ ശരി തെറ്റുകളൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. G. സുധാകരൻ അതിരൂക്ഷമായി VS അച്യുതാനന്ദൻ വിമർശിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. അങ്ങനെ പറഞ്ഞില്ല എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചിരുന്ന ഒരു ഒരു വലിയ ജനകീയ ഒരു വലിയ നേതാവായിരുന്നു പിന്നെ G. സുധാകരൻ. അങ്ങനെ തിരിച്ചു ചെന്നു. നമ്മൾ പറയായിരുന്നു VS തൻ്റെ വീട്ടിൽ അടുക്കളയിൽ വെച്ചിട്ട് ചോറ് കൊടുക്കുന്ന നേതാക്കന്മാരെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അത് ഞാനായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം എന്നോടെന്ന് പറഞ്ഞു ഞാൻ VS-നെതിരായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം മറച്ചു വെച്ചിട്ടില്ല. അദ്ദേഹം VS അച്യുതാനന്ദനോടൊപ്പം VS അച്യുതാനന്ദൻ്റെ ആലപ്പുഴയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു. അങ്ങനെ അദ്ദേഹം ആലപ്പുഴയിൽ പ്രവർത്തിച്ചു. എനിക്കറിയാം തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉറക്കമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരുന്നു G. സുധാകരൻ. 24 മണിക്കൂറും ഉറങ്ങാതെ പ്രവർത്തിക്കുന്ന നേതാവ്. അങ്ങനെ ഒരുപാട് കഥകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സമയപരിമിതി കൊണ്ട് ഞാൻ അതിനകത്തേക്ക് 2 ടേം അവിടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്നു. സുഹൃത്തുക്കളെ, 43 വർഷക്കാലം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. 63 വർഷക്കാലം പാർട്ടി അംഗമായിരുന്നു. 4 തവണ MLA ആയിരുന്നു, 2 തവണ മന്ത്രിയായിരുന്നു. അപ്പോൾ പാർട്ടി എന്തൊക്കെയോ കൊടുത്തില്ലേ എന്നാണ് ചോദിക്കുന്നത് സുധാകരൻ. അങ്ങനെ കൊടുക്കുന്ന പാർട്ടിയാണോ പാർട്ടി? പാർട്ടിയുടെ വളർച്ചയ്ക്ക് സഹായകരമാകുന്നവരെ പാർട്ടി MLA സ്ഥാനത്തും പാർട്ടി സ്ഥാനത്തും പാർട്ടി മന്ത്രിസ്ഥാനത്തും ഒക്കെ കൊണ്ടുവരും പാർട്ടി. അങ്ങനെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഓരോരുത്തർക്കും ഓരോ സ്ഥാനം കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അത് പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ നിങ്ങൾക്ക് ഇനി അധികാര സ്ഥാനം തന്നേക്കാം നിങ്ങളത് പോയി ആസ്വദിക്കുക എന്ന് പറഞ്ഞിട്ടാണോ CPM പിന്നെ അധികാരങ്ങളും അങ്ങനെ സ്ഥാനങ്ങളും അങ്ങനെയൊന്നുമല്ല. പാർട്ടിയുടെ വളർച്ചയ്ക്ക് G. സുധാകരൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആവണമെങ്കിൽ ജില്ലാ സെക്രട്ടറി ആക്കും. പാർട്ടിയുടെ വളർച്ചയ്ക്ക് G. സുധാകരൻ സംസ്ഥാന കമ്മിറ്റി അംഗമാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗമാക്കും. പാർട്ടിയുടെ വളർച്ചയ്ക്ക് MLA ആകണമെങ്കിലാക്കും, പാർട്ടിയുടെ വളർച്ചയ്ക്ക് മന്ത്രിയാണെങ്കിലാക്കും. അങ്ങനെയല്ലേ അവരാക്കുന്നത്. അതല്ലാതെ പ്രത്യേക പരിഗണന നൽകിയാക്കുന്ന ബൂർഷ്വാ പാർട്ടിയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അങ്ങനെയല്ല. 10 വർഷം G. സുധാകരൻ മന്ത്രിയായിട്ടിരുന്നു. പാർട്ടിക്ക് എന്തെങ്കിലും ക്ഷത ഏൽപ്പിച്ചിട്ടുണ്ടോ? G. സുധാകരൻ 10 വർഷം മന്ത്രിയായിരുന്നപ്പോൾ എന്തെങ്കിലും ആരോപണങ്ങൾ G. സുധാകരനെതിരെ കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു. 1 ഗ്രാം സ്വർണ്ണം ആരെങ്കിലും കൊള്ളയടിച്ചുകൊണ്ട് പോയത് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ല. അദ്ദേഹം ഒരു പൊതുമരാമത്ത് മന്ത്രിയായിരുന്നപ്പോൾ ഊരാളുങ്കലാണ് പൊതുമരാമത്ത് കൈകാര്യം ചെയ്യുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ല. ഒരാരോപണവും അദ്ദേഹത്തിനെതിരെ നമ്മൾ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഇരുന്ന സുധാകരൻ ഏതാണ്ട് 16-17 പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്ത സുധാകരൻ, ഏതാണ്ട് 12-13 പാർട്ടി കോൺഗ്രസുകളിൽ പോയി ഡെലിഗേറ്റായി സംസാരിച്ച സുധാകരൻ, ആ സുധാകരനോട് ഈ പാർട്ടി എന്താ കാണിച്ച സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ. ആ സുധാകരൻ 2021 തെരഞ്ഞെടുപ്പിൽ H. സലാമിനെ തോൽപ്പിക്കാൻ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഒരു തെളിവും ഉണ്ടായതായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. സലാമിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ എത്ര പേരുടെ ഭൂരിപക്ഷം കുറഞ്ഞു? തോമസ് ഐസക്കിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞില്ലേ? അപ്പോൾ G. സുധാകരനെ തീർക്കാൻ വേണ്ടിയിട്ട് പാർട്ടിയിൽ ശ്രമങ്ങൾ പിന്നെ നടന്നു. അത് ആരായിരുന്നുള്ള സംബന്ധിച്ച് വേറെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, അതിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നു. എന്തായാലും 2021 സുധാകരൻ H. സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ട് എളമരം കരീമിൻ്റെ നേതൃത്വത്തിൽ കമ്മീഷൻ വെക്കുന്നു. ആ എളമരം കരീം തന്നെ പിന്നെ 1.5 ലക്ഷം വോട്ടിന് തോറ്റു. അതിന് പിന്നെ കമ്മീഷനൊന്നും കണ്ടിട്ടില്ല, നമ്മൾ ഓർത്തോണം. ആ എളമരം കമ്മീഷൻ ആലപ്പുഴയിൽ വരുന്നു.
ജി സുധാകരൻ അനുകൂലമായി 8 പേര് മൊഴി കൊടുക്കാൻ ചെന്നപ്പോൾ മൊഴി കൊടുക്കാൻ പോലും സമ്മതിച്ചില്ല. അതിലാരോ സുധാകരൻ സാറെന്ന് ചോദിച്ചപ്പം സുധാകരൻ സാർ ആരാണ് ഈ സാറെന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിളിക്കണ്ട, സഖാവെന്ന് വിളിച്ചാൽ മതി എന്ന് ഇയാൾ പറഞ്ഞു, ഇളമരം കരീം പറഞ്ഞു. ആ സുധാകരനെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി പോലും സുധാകരൻ സാറെന്നാണ് വിളിച്ചത്. ആലപ്പുഴയിൽ അങ്ങനെ വിളിക്കുന്നൊരു ശീലമാണ്. ജി സുധാകരനേക്കാളും ജൂനിയറാണ് MA ബേബി, പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി. ജി സുധാകരനേക്കാളും വളരെ ജൂനിയറായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ. ജി സുധാകരനേക്കാൾ വളരെ ജൂനിയറാണ്. ജി സുധാകരനോ ഞങ്ങൾ ഒരു പരിഗണനയും കൊടുക്കില്ല എന്ന് പറഞ്ഞ് എളിഞ്ഞിരുന്ന് പറഞ്ഞ ഇയാൾ ആര്, MV ഗോവിന്ദൻ. ആ ജി സുധാകരനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റി വെക്കുന്നു. എന്നിട്ട് ആ ജി സുധാകരനെ പുറത്താക്കാൻ വെച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ഒരു സ്റ്റേറ്റ് കമ്മിറ്റി വിളിക്കുന്നു. ആലോചിച്ച് നോക്ക്. ജി സുധാകരനെതിരായിട്ട് നടപടിയെടുക്കേണ്ട കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ കോടിയേരി ബാലകൃഷ്ണൻ വന്ന് റിപ്പോർട്ട് വായിക്കുന്നു. എന്നിട്ട് ചർച്ച ചെയ്യാൻ പറഞ്ഞ് ആരും ചർച്ച ചെയ്യുന്നില്ല, ആരും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞാൽ ആലപ്പുഴക്കാരെങ്കിലും ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സംശയിച്ച് 2-3 പേര് ചർച്ച ചെയ്യാൻ വന്നു. CS സുജാത പറഞ്ഞു സുധാകരൻ അങ്ങനെ സഖാവ് അങ്ങനെ തെറ്റ് ചെയ്തതായിട്ടൊന്നും തോന്നില്ല, പക്ഷെ ജാഗ്രത കുറവ് കാണിച്ചു. പിന്നെ ജി സുധാകരൻ എപ്പോഴും പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നൊക്കെ പറയുന്ന സജി ചെറിയാനുള്ളവരൊക്കെ വന്നിട്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞിട്ട് പോയി. അന്ന് ആ കമ്മിറ്റിയിൽ സുധാകരനെ ബ്രാഞ്ചിലേക്ക് താഴ്ത്താൻ തീരുമാനിച്ചു. എന്തിനാണ് എന്നെ ബ്രാഞ്ചിലേക്ക് താഴ്ത്താൻ തീരുമാനിച്ചതെന്ന് പിണറായി വിജയനോടും കോടിയേരി ബാലകൃഷ്ണനോടും ജി സുധാകരൻ ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അവർക്കൊന്നും അതിനുള്ള മറുപടി ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ H സലാമിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ജി സുധാകരൻ പ്രവർത്തിച്ചു എന്ന് തെളിഞ്ഞാൽ തന്നെ, അങ്ങനെ തെളിഞ്ഞിട്ടില്ല, തെളിഞ്ഞാൽ തന്നെ അതിനുള്ള ശിക്ഷാ നടപടി ഈ 43 വർഷക്കാലം പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ച, പതിറ്റാണ്ടുകളോളം ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയെ ഒറ്റക്കെട്ടായി പിടിച്ചു നിർത്തി വളർത്തി വലുതാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച, VS-നോടൊപ്പമൊക്കെ പ്രവർത്തിച്ച ഈ ജി സുധാകരൻ ഇനിയിപ്പോൾ എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് കണ്ടാൽ തന്നെ ഒരു താക്കീത് കൊടുത്ത് സംസ്ഥാന കമ്മിറ്റിയിൽ നിർത്തുകയായിരുന്നില്ലേ സുഹൃത്തുക്കളെ വേണ്ടത്? അതിനുപോലെ എന്താ ചെയ്തത്? ജി സുധാകരനെ നീചവും നികൃഷ്ടവുമായി പാർട്ടി ബ്രാഞ്ചിലേക്ക് താത്തി, ഏറ്റവും താഴത്തെ ബ്രാഞ്ചിലേക്ക്. എന്നിട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഒരു മുറിയൊക്കെ കൊടുത്തു. ശരിയാ, മുറിയൊക്കെ കൊടുത്തു. അവിടെ എന്താ വക്കീലന്മാരൊക്കെ ചേരുന്ന ഏതോ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ ജി സുധാകരനെ അംഗമാക്കി അവിടെ മൂലയ്ക്ക് കൊണ്ട് ഈ കീറക്കടലാസ് ഒക്കെ ഇടുന്ന പോലെ ആ മൂലയ്ക്ക് കൊണ്ടുവന്ന് അങ്ങ് തള്ളി. എന്നോട് ജി സുധാകരൻ പറഞ്ഞത്, ഷാജഹാൻ എന്നോട് ഈ പുത്തൻകുട്ടി നേതാക്കന്മാർ വന്നിട്ട് എന്തുകൊണ്ട് സുധാകരൻ സഖാവേ എന്ന് ചോദിക്കാൻ പോലും അവർ തയ്യാറായില്ല, അത്രയ്ക്ക് ഭീകരമായിരുന്നു അവഗണന എന്ന് പറഞ്ഞ് സുധാകരൻ എന്നോടൊരു ഘട്ടത്തിൽ പറഞ്ഞത്, പാർട്ടി അംഗത്വം പുതുക്കണ്ട എന്ന് വരുന്നതോടുകൂടി ഞാൻ സ്വതന്ത്രനായി ഷാജഹാൻ, അല്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല വിഷാദരോഗവും ബാധിച്ച് മരിക്കുമായിരുന്നു എന്നാണ് ജി സുധാകരൻ. ഹൃദയഭേദകമായിരുന്നു എനിക്ക് അത് കേട്ടപ്പോൾ. എത്രയോ കാലം ഈ തെക്കൻ കേരളത്തിലെ പാർട്ടിയുടെ ഈറ്റിലമായിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയെ കൈപിടിച്ച് വളർത്തിയ ആളാണ് ജി സുധാകരൻ. ആ സുധാകരന് മുന്നിൽ ഈ സജി ചെറിയാനും ഈ R നാസറും ഈ CS സുജാതയൊക്കെ വെറും കൊച്ചു കുഞ്ഞുങ്ങൾ, മൂട്ടകളല്ലേ. ആലപ്പുഴ പാർട്ടിയെ കരതലാമലകം പോലെ പതിറ്റാണ്ടുകൾ കൊണ്ടുവരുന്ന ആളല്ലേ ജി സുധാകരൻ. എന്തെങ്കിലും അഴിമതി ആരോപണമോ എന്തെങ്കിലും ഒരു കുറ്റാരോപണമോ സുധാകരനെതിരെ കേട്ടിട്ടുണ്ടോ നമ്മൾ? ഞാൻ ചോദിച്ചു സാബേ ഇവരൊക്കെ എപ്പോഴാണ് വന്നെന്ന് ചോദിച്ചു പറഞ്ഞു, അതൊരു 10 വർഷമായി കാണും ഇവരൊക്കെ വന്നിട്ട് എന്നാണ് പറഞ്ഞു. അവർ വെറും കീറക്കടലാസിനെ പോലെ, ഒരു മാലിന്യത്തെ പോലെയല്ലേ ഈ സുധാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടത്. അപ്പം അതുകൊണ്ട് ഒരു നിവൃത്തിയുമില്ലാതെ, വേറൊരു വഴിയുമില്ലാതെ സുധാകരൻ തൻ്റെ പാർട്ടി അംഗത്വം വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. സുധാകരൻ എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റുകാരനെ ഒരു താക്കീതൊക്കെ നൽകി പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിലനിർത്തിയിരുന്നെങ്കിൽ ഇതുപോലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് CPM പോകുമായിരുന്നു. ഇനി സുധാകരനെ പാർട്ടി ബ്രാഞ്ചിലേക്ക് താത്തി. ഓലിക്കോട് കൃഷ്ണൻ നായർ എന്ന് പറഞ്ഞൊരു പടുകിളവനുണ്ട് ഈ പാർട്ടിക്കകത്ത്, ഒരു വന്യ വയോധികൻ, 90 വയസ്സെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അയാളെ 5 തവണ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. 5 തവണ പുറത്താക്കിയിട്ടുണ്ട്. അയാളിപ്പോഴും സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. അപ്പോഴാണ് സുധാകരൻ പാർട്ടി ബ്രാഞ്ചിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ആലപ്പുഴ ജില്ല സൃഷ്ടിച്ച CPM-ലെ കമ്മ്യൂണിസ്റ്റുകാരിൽ വെച്ച് പ്രഥമ ഗണനീയനാണ് ജി സുധാകരൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. VS-ൻ്റെ നിലവാരത്തിലേക്ക് വരും എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ VS-ൻ്റെയൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെ ചരിത്രം എഴുതുമ്പോൾ ജി സുധാകരനെ കുറിച്ചിട്ട് പറയാതെ പോകാൻ കഴിയില്ല സുഹൃത്തുക്കളെ. പിന്നെ ജി സുധാകരൻ ഈ പാർട്ടിക്ക് ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല. ജി സുധാകരൻ ഒരു ആരോപണവും ഈ പാർട്ടിയെക്കുറിച്ച് കേൾപ്പിച്ചിട്ടില്ല.
അതുകൊണ്ട് തന്നെ ജി സുധാകരൻ ഈ പാർട്ടിയിൽ നിന്ന് പോയത് ഈ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിരിക്കും എന്നത് ഒരു സംശയവും വേണ്ട. ആലപ്പുഴ ജില്ലയിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ജി സുധാകരൻ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയത് ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയെ എല്ലാ മണ്ഡലത്തിലും അതിഗുരുതരമായി ബാധിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ വർഗവഞ്ചകൻ എന്നൊക്കെ പറഞ്ഞാൽ വർഗവഞ്ചകൻ സുധാകരനാണോ പിണറായി വിജയനാണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. പാർട്ടിയിൽ നിന്ന് പോയാൽ അവൻ വർഗവഞ്ചകൻ എന്ന് പറഞ്ഞൊന്നും ജനം പഴയ പോലെ വിശ്വസിക്കില്ല. പാർട്ടിക്ക് അകത്ത് നിൽക്കുന്ന പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഗവഞ്ചകൻ, സുധാകരനല്ല എന്നുള്ളത് പാർട്ടി അണികൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ജി സുധാകരൻ എന്ന് പറയുന്ന ആ കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു ചെറിയ മനുഷ്യനല്ല, ഒരു വലിയ മനുഷ്യനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ളവർക്ക് ആവേശം നൽകുന്ന പ്രവർത്തനം പതിറ്റാണ്ടുകളോളം നടത്തിയിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ജി സുധാകരൻ എന്നുള്ള കാര്യത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തും കേരളത്തിൽ നിലനിന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നെ ആവേശത്തോടു കൂടി മാത്രമേ ജി സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ച് സംസാരിക്കാൻ കഴിയൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.